വന്യജീവി ശല്യത്താൽ കൃഷി ഉപേക്ഷിച്ച് തെക്കുംകരയിലെ കർഷകൻ. മലയോര കാർഷിക ഗ്രാമമായ തെക്കുംകര പഞ്ചായത്തിലെ കല്ലമ്പാറയിലാണ് 1.5 ഏക്കറോളം വരുന്ന കൃഷിസ്ഥലം വന്യജീവി ശല്യത്താൽ കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായി ഈ കൃഷിയിടത്തിൽ ജൈവ രീതിയിലുള്ള ചങ്ങാലിക്കോടൻ വാഴ കൃഷിയും പച്ചക്കറി കൃഷിയും കപ്പ, കൂവ എന്നീ കിഴങ്ങുവിളകളും കൃഷി ചെയ്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് കാട്ടുപന്നിയുടെയും മയിലിന്റെയും രൂക്ഷമായ ശല്യത്തിൽ പൂർണ്ണമായും കൃഷി ഉപേക്ഷിച്ചിരിക്കുകയാണ് കല്ലമ്പാറ സ്വദേശി വലിയ പറമ്പിൽ സേവിയർ. ഓണം വിപണി ലക്ഷ്യം വെച്ച് 300ഓളം വാഴകളും തിരുവാതിരയ്ക്ക് വേണ്ട കൂവ കൃഷിയും നിത്യചെലവിനായുള്ള പച്ചക്കറി കൃഷിയുമാണ് സേവിയർ ഈ കൃഷിയിടത്തിൽ ചെയ്തു വന്നിരുന്നത്. കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി വിവിധ മാർഗങ്ങൾ അവലംബിച്ചെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ലെന്ന് സേവിയർ പറയുന്നു. അടുത്തിടെയായി മയിലിന്റെ ശല്യവും അതിരൂക്ഷമാണ്. വിളകളുടെ കൂമ്പ് പോലും മയിൽ കൊത്തി നശിപ്പിക്കുന്നതായും സേവിയർ പറഞ്ഞു. അതുകൊണ്ട് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു 2 വർഷത്തിൽ കുറയാണ്ടായി കാട്ടുപന്നിയുടെ ശല്യവും മയിലിൻ്റെ ശല്യവും യാതൊരു സാധനവും കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്ത വിധത്തിൽ കടക്കാരനായി ഞാൻ ചെയ്ത് ഒരു വർഷം ഒരു 19,000 രൂപയൊക്കെ ചെറിയതൊക്കെ വേല് കെട്ടി ഷീറ്റ് കിട്ടി ഇതൊക്കെ ഉണ്ട്. എന്നാലും ശരി കുത്തി തുറന്ന് മാന്തി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കണമെന്ന് ഉദ്ദേശമില്ലാത്ത വിധം കൃഷികൾ നശിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഒരു 10-71 വയസ്സായി. നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് ചോദിച്ചാൽ അതിനും ഒരു മാർഗ്ഗമല്ലേ പന്നികളുടെയും മയിലിൻ്റെയും ശല്യം കാരണം. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? സ്ഥലം വരെ കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിന് പോലും ഒരു വിഷമം. നല്ല 1.5 സൂപ്പർ സ്ഥലമൊക്കെ തന്നെയാണ്. ഒരു കാലത്തും പറ്റാത്ത വെള്ളമുണ്ട്, നല്ല പറമ്പ് തന്നെയാണ്. എന്ത് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? ആകെ തോറ്റു. എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ പന്നിയുടെ ശല്യം. എന്താ ചെയ്യേണ്ടതൊരു പിടിപാടും ഇല്ലാണ്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. 1 ലക്ഷം രൂപയോളം മുടക്കി സേവിയർ നിർമ്മിച്ച 10,000-കണക്കിന് ലിറ്റർ സംഭരണ ശേഷിയുള്ള വാട്ടർ ടാങ്കും ഇപ്പോൾ പാഴായി കിടക്കുകയാണ്. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുമ്പോൾ പലപ്പോഴും ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത്. കൃഷിഭവനിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും സേവിയർ ചൂണ്ടിക്കാട്ടി. ആടും പശുവും കോഴിയുമെല്ലാമായി സമ്മിശ്ര ജൈവ കൃഷിരീതികളാണ് സേവിയർ അനുവർത്തിച്ചു വരുന്നത്. ഒരു 10-15 ആടുകൾ തന്നെ ഉണ്ട്. അവിടെ ഒരു കൂട്, ഇവിടെ ഒരു കൂട്. ഈ പറമ്പിലത്തെ കൃഷി ചെയ്യുന്നതിൻ്റെ എല്ലാ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ 24 മണിക്കൂറും ആടിനെ കൂട്ടി നിർത്തിയിട്ടാണ് തിന്നാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം ആടുകൾക്ക് തിന്നാനും കൊടുക്കാനും ഒന്നുമില്ല. അത് കാരണം ആ കൃഷി തന്നെ ഉപേക്ഷിക്കൊണ്ട് പോകുന്നു. ആട് കൃഷി ഉപേക്ഷിച്ചു, മറ്റ് കൃഷികൾ ഉപേക്ഷിക്കേണ്ടി വന്നു. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തിയിരുന്നു. കഴിഞ്ഞ 3-4 വർഷങ്ങളായി മുടക്കുമുതൽ പോലും ലഭിക്കാതെ വന്നതോടെയാണ് സേവിയർ കൃഷി പൂർണ്ണമായും ഉപേക്ഷിച്ചത്. അറ്റ വേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണറും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടായിട്ടും കൃഷി ചെയ്യാനാവാത്തതിന്റെ നിരാശയിലാണ് സേവിയർ. ന്യൂസ് ഫാക്ട്, വടക്കാഞ്ചേരി.